ഇത് മാസ് മോട്ടോഴ്സിന്നാണ്. ഹോണ്ട യൂണിക്കോൺ വണ്ടി ജനറൽ സർവീസായിട്ട് പറഞ്ഞാൽ അപ്പോൾ ജനറൽ സർവീസും അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ മാറ്റാം, വാട്ടർ സർവീസ് ചെയ്യുക, ചെയിൻ സ്പോക്കറ്റ് കംപ്ലയിൻ്റ് ഉണ്ട്. അപ്പോൾ ചെയിൻ സ്പോക്കറ്റ് മാറ്റാം. അപ്പോൾ ഇത്ര കേസാണ് മെയിനായിട്ട് നമുക്ക് പറഞ്ഞേക്കണം അവർക്ക്. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു പോയി വണ്ടി വർക്കിന് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ ചെയിൻ സ്പോക്കറ്റ് മാറ്റാൻ വേണ്ടി നമ്മൾ അയച്ചിട്ടുണ്ട്. ചെയിൻ സ്പോക്കറ്റ് നമുക്ക് എന്തെങ്കിലും ഡാമേജാണ് ഫുള്ള്. ഈ ബാക്ക് സ്പോക്കറ്റൊക്കെ നല്ല രീതിയിൽ തേമാനം വന്നു പോയിട്ടുണ്ട്. അപ്പോൾ ചെയിൻ സ്പോക്കറ്റ് നമ്മൾ സെറ്റപ്പ് ആയിട്ട് മാറുന്നുണ്ട്. കൂട്ടത്തിൽ കൂടെ നമുക്ക് ഈ വീലിൻ്റെ റബ്ബർ സെറ്റ് കൂടി മാറ്റിയിടണം കേട്ടോ. അതും ചെറിയൊരു പ്ലേ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. ബാക്ക് ബ്രേക്കിൻ്റെ ലൈനറൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു. കമ്പനി ലൈനർ കിടക്കണേ, ഹോണ്ടയുടെ ഒറിജിനൽ ലൈനറാണ്. വലിയ പഴക്കമൊന്നും ആയിട്ടില്ല. അപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയിട്ടാൽ മതി. ഈ വീൽ ഹബിൻ്റെ ഭാഗത്തായാലും നിലയിൽ വേറെ പ്രോബ്ലം ഇല്ല. ചെറിയൊരു സ്റ്റെപ്പ് പോലെ തേമാനം ഉണ്ട്. പക്ഷേ തൽക്കാലം നമുക്ക് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ടയറൊക്കെ പുതിയ ടയർ കിടക്കണേ. പിന്നെ അതേപോലെ നമുക്ക് അതിൻ്റെ ഈ ഭാഗത്തേക്കുമ്പോഴത്തേക്കും എയർ ഫിൽറ്ററൊക്കെ നമ്മളൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചാണ്. എയർ ഫിൽറ്ററൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് തരുന്നുണ്ട്. പുതിയ ഫിൽറ്റർ കിടക്കണം കേട്ടോ. അതും ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്റർ തന്നെയാണ്. നമുക്ക് ബാറ്ററി നോക്കുമ്പോൾ നമുക്ക് 2024 ബാറ്ററിയാണ്, പുതിയ ബാറ്ററി ഇരിക്കണം കേട്ടോ. വലിയ പഴക്കമായിട്ടില്ല, വാറണ്ടി പീരീഡിലുള്ള ബാറ്ററിയാണ്. അപ്പോൾ നമ്മളതിൻ്റെ വോൾട്ടൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി, 13 വോൾട്ട് വരെ കാണിക്കുന്നുണ്ട് കേട്ടോ. വേറെ കുഴപ്പമൊന്നും കാണുന്നില്ല. പിന്നെ അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട്. അതേപോലെ കാർബറേറ്ററിൻ്റെ ഭാഗത്ത് വേറെ പ്രോബ്ലം ഒന്നുമില്ല. സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റോ വേറെ പ്രോബ്ലം ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കാർബറേറ്ററിൻ്റെ ഭാഗം അഴിക്കണമൊന്നുമില്ല. പ്രത്യക്ഷത്തിൽ നമുക്ക് ഓടിക്കുമ്പോൾ വേറെ കംപ്ലയിൻറ്റോ കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല കേട്ടോ. നമുക്കിപ്പോൾ വെറുതെ കാർബറേറ്റർ അഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം 1500 നമുക്ക് ചിലവുണ്ട്. അപ്പോൾ നിലവിൽ കംപ്ലയിൻ്റ് ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് കാർബറേറ്റർ അഴിക്കാത്തത്. ജനറൽ സർവീസിൽ ഓൾറെഡി കാർബറേറ്റർ ക്ലീനിങ് ഇല്ല. ട്യൂണിങ് അഡ്ജസ്റ്റിങ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലാണ് അതിനകത്ത് ഉൾപ്പെടുള്ളൂ. അത് വേറെ കംപ്ലയിൻ്റ് ഒന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് അഴിക്കാത്തത് കേട്ടോ. പിന്നെ നമുക്ക് അതിൻ്റെ സ്പാർക്ക് പ്ലഗൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചാണ്. പ്ലഗ് പുതിയ പ്ലഗ് കിടക്കണം, ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയിട്ടാൽ മതി. അതുപോലെ തന്നെ നമ്മൾ അതിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബ്രേക്ക് ഡിസ്ക് ബ്രേക്കിൻ്റെ ഭാഗത്ത് നമ്മളൊന്ന് അഴിച്ചിട്ടുണ്ട്. ബ്രേക്ക് പാഡ്സൊക്കെ നമുക്ക് അത്യാവശ്യം ഉണ്ട്, ഉപയോഗിക്കാനുണ്ട്. അപ്പോൾ ബ്രാക്കറ്റൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് കയറ്റിയാൽ മതി. വേറെ കംപ്ലയിൻ്റ് ആയിട്ടൊന്നുമില്ല. ഫ്രണ്ടിലത്തെ ടയറിൻ്റെ കണ്ടീഷൻ ആയാലും അത്യാവശ്യം നല്ല ടയറാണ്, MR-40 ടയർ അടങ്ങും കേട്ടോ. അപ്പോൾ നിലവിൽ ജനറൽ സർവീസും ഓയിൽ ചേഞ്ച്, ചെയിൻ സ്പോക്കറ്റ് ഇത്രയാണ് മെയിനായിട്ട് നമുക്ക് പറഞ്ഞേക്കണം വർക്ക്. നിലവിൽ അതാണ് മെയിനായിട്ടുള്ളൂ. അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്തിട്ടേക്കാം. അപ്പോൾ വർക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ എന്തായാലും വൈകുന്നേരത്തേക്ക് തീരുള്ളൂ. വർക്ക് കംപ്ലീറ്റ് ആക്കി ഞാൻ വിളിച്ചോളൂ കേട്ടോ. അപ്പോൾ എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസൊക്കെ വാട്സാപ്പിൽ ഇട്ടേക്കാം. ഓക്കെ, എത്ര എമൗണ്ട് വരും നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടണമല്ലോ. ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഷെയർ ചെയ്തേക്കാം. അപ്പോൾ നോക്കിയാലേ